തരണം എന്ന് തന്നെയാണ് UDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഇപ്പോഴത്തെ മന്ത്രിയായിട്ടുള്ള നമ്മുടെ കായംകുളത്തിന്റെ MLA അദ്ദേഹത്തിന്റെ പ്രചരണ വേളയിൽ പറഞ്ഞത് നമ്മൾ പരസ്യമായി നമ്മൾ കേട്ട കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു സഹതാപ തരംഗം. പ്രതിഭ ഒരു വലിയ വില്ലത്തിയുടെ സ്ഥാനത്ത് വന്നു, 2 തവണ MLA ആയിട്ടുള്ള പ്രതിഭ. MLA എന്ന നിലയിൽ ഞാൻ ഒന്നും ചെയ്തില്ല എന്നൊക്കെ രാഷ്ട്രീയ വൈരാഗ്യത്തോടെ പ്രചരിപ്പിക്കുന്ന ചില കുബുദ്ധികളെയൊക്കെ ഞാൻ കാണാറുണ്ട്. അവരെയൊന്നും ഞാൻ പൊതുവെ പറഞ്ഞല്ലോ, അത്തരം ഇപ്പൊ നമുക്ക് പറയാം, ഉറങ്ങുന്നവരെ നമുക്ക് വിളിച്ചെഴുന്നേൽപ്പിക്കാം, ഉറക്കം നടിക്കുന്നവരെയൊന്നും ഒരിക്കലും. നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ഞാനും കരഞ്ഞു, ഓനും കരഞ്ഞു. ഞാൻ തോറ്റു, ഓൻ ജയിച്ചു. ഞാൻ തോറ്റത് വോട്ട് കിട്ടാത്തത് കൊണ്ട്. പക്ഷെ ഞാൻ കരഞ്ഞത് വോട്ട് കിട്ടാനല്ല. ആലപ്പുഴയിൽ നിന്ന് കേട്ടൊരു ദീനരോദനമാണ് അല്ലേ ശ്രീരാം? അതെ അതെ, തീർച്ചയായിട്ടും. അതായത് വെള്ളാപ്പള്ളി നടേശന്റെ കയ്യിൽ നിന്നും ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇലക്ഷന് മുമ്പ് വെള്ളാപ്പള്ളി നടേശനെ ചൊറിഞ്ഞതിന് വയറ് നിറച്ച് കിട്ടി. വെള്ളാപ്പള്ളി നടേശന്റെ കഞ്ചാവ് കേസ് വരെ എടുത്തിട്ടു, ഞാനതൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞു. അതിന്റെ ക്ഷീണം മാറിയപ്പോൾ നമ്മുടെ മന്ത്രി ലിജുവിനെതിരെയാണ് പ്രതിഭയുടെ ഈ ഒരു രോദനം. അതായത് ലിജു ജയിച്ചത് കരഞ്ഞു കാണിച്ചിട്ടാണ്. ചിരിച്ചു കാണിച്ച് ജയിപ്പിച്ചു, വോട്ട് ചോദിച്ചു, വോട്ട് കിട്ടി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ വോട്ടർമാരെ എങ്ങനെ കരഞ്ഞു കാണിക്കും? പ്രതിഭയ്ക്ക് സാരമായിട്ട് എന്താണ് ശരിക്കും പ്രതിഭ ഹരി എന്ന മുൻ MLAക്ക് പറ്റിയത്? കാരണം അവര് അവസാനം ഒരു വാക്ക് ഒരു ഫേസ്ബുക്ക് ലൈവിൽ പറയുന്നുണ്ട്, അത് ഞാൻ കേട്ടായിരുന്നു. MLAയുടെ കഴിവ് തീരുമാനിക്കുന്നത് ആ മണ്ഡലത്തിൽ ചെയ്ത വികസനത്തെ അടിസ്ഥാനമാക്കിയാണ്. പിന്നെ എങ്ങനെ തോറ്റു? 5 കൊല്ലം MLA വികസനം മണ്ഡലം, 5 കൊല്ലം കൊണ്ട് വികസനം നടപ്പാക്കിയിട്ട് എങ്ങനെ തോറ്റു? ശരിക്കും എന്താണ് അവർക്ക് പറ്റിയത്? യഥാർത്ഥത്തിൽ ഈ പ്രതിഭ ഹരി ആദ്യമായി ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു, അതിന് ശേഷമാണ് MLA ആയി വന്നത്. സത്യത്തിൽ അന്ന് MLA ആയി വരുമ്പോൾ തന്നെ മാധ്യമങ്ങളുടെ സൃഷ്ടിയിൽ ഉണ്ടായ ഒരു MLA കുറച്ച് താരപരിവേഷം കിട്ടി. അത് ഒരുപക്ഷെ സൗന്ദര്യം, എനിക്കത് വലിയ സൗന്ദര്യം ആ താരപരിവേഷം കിട്ടിയിട്ടില്ല. പക്ഷെ ചില ആൾക്കാരെ ചില മാധ്യമങ്ങൾ അങ്ങ് വല്ലാണ്ട് പുകഴ്ത്തി താരപരിവേഷം നൽകും. അത്തരത്തിലൊരാളായിരുന്നു പ്രതിഭ. അതുപോലെ മറ്റൊരാളുണ്ടായിരുന്നു ദീപാ നിശാന്ത്. അവസാനം കവിത കട്ടപ്പോഴാണ് ആ ഒരു താരപരിവേഷം താഴെ വീണത്. ഒരുപക്ഷെ MLA ആകാൻ പോലും MLA സ്ഥാനാർത്ഥിയെ പരിഗണിക്കപ്പെടേണ്ട ലിസ്റ്റിലുള്ള ഒരാളായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഈ സൗന്ദര്യം കൊണ്ടോ സാരി ഉടുക്കുന്ന രീതി കൊണ്ടോ ഒക്കെ ആദ്യമേ ഒരു വലിയ ഹൈപ്പ്. ഒരു പക്ഷേ സൗന്ദര്യം എന്ന് പറയാൻ ഒരു ആവറേജ് ആൾക്കാർ ഇവരൊക്കെ, ഇപ്പോൾ ദീപയാണെങ്കിലും പ്രതിഭയാണെങ്കിലും ഒരു ആവറേജ് ആൾക്കാരിൽ കൂടുതലൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ പല മാധ്യമ പ്രവർത്തകരും ഇവരെ കാണുമ്പോൾ, ഇവരെ രണ്ടുപേരെയും കാണുമ്പോൾ ചാടി ഓടിച്ചെന്ന് അവരോട് മിണ്ടുന്നു, അവരോട് സംസാരിക്കുന്നു, അവരോടൊന്നും മിണ്ടുന്നു എന്ന് വരുത്താൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ നടത്താൻ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. മാധ്യമ പ്രവർത്തകരും അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ നടക്കുന്നു, അവരുടെ ആളായിട്ട് നടക്കുന്നു, അതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അങ്ങനെ മാധ്യമങ്ങളുടെ പരിലാളന ഏറ്റു വളർന്ന ഒരാളാണ് പ്രതിഭ ഹരി. പക്ഷെ ഒരു ഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകരെ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള സമയത്തൊക്കെ മാധ്യമ പ്രവർത്തകർ നല്ലതാണ്. നേരെ മറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങൾ വന്നാൽ മാധ്യമ പ്രവർത്തകരെ അങ്ങേയറ്റം മോശമായി ചിത്രീകരിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന പ്രതിഭ ഹരി എനിക്കറിയാം. കഴിഞ്ഞതിന് മുമ്പത്തെ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്ക് എനിക്ക് കൊറോണ കാലത്താണെന്ന് തോന്നുന്നു, പ്രതിഭ ഹരി മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, അവിടുത്തെ ഒരു പ്രാദേശിക വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടായ ഒരു പ്രശ്നവുമായി ബന്ധപ്പെട്ട് എനിക്ക് തന്നെ അറിയാവുന്ന ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഒരു ചെറിയ തർക്കം, വാർത്തയാണ് കേട്ടോ, മറ്റ് വ്യക്തിപരമായ തർക്കങ്ങളൊന്നുമല്ല. അതിൻ്റെ പേരിൽ പ്രതിഭ ഹരി ലൈവിൽ വന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് നിങ്ങൾ വേശ്യാവൃത്തിക്ക് പോയി ജീവിച്ചുകൂടെ എന്നാണ്. ഒരു മാധ്യമപ്രവർത്തകരോട് ഉപയോഗിക്കാൻ പറ്റാത്ത അങ്ങേയറ്റത്തെ മാധ്യമപ്രവർത്തകരോടൊന്ന് ആരോടും വേശ്യാവൃത്തി നടത്തി ജീവിച്ചുകൂടെ എന്ന് ചോദിച്ച പ്രതിഭ ഹരി എനിക്കറിയാം. മാത്രമല്ല അവിടെ പ്രതിഭ ഹരിയോട് ഇഷ്ടമുള്ള, പ്രതിഭ ഹരിയോട് താല്പര്യമുള്ള എത്ര പാർട്ടി അനുഭാവികൾ അവിടെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെ പാർട്ടിയിൽ പോലും പ്രതിഭ ഹരി യഥാർത്ഥത്തിൽ പാർട്ടിക്കാർക്ക് പോലും ഇഷ്ടമുള്ള ഒരാളായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പ്രതിഭ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് പ്രതിഭ പറയുന്ന കായംകുളത്ത് പണം ഒഴുക്കിയാണ് വിജയിച്ചതെന്നാണ്. കഴിഞ്ഞ 10 വർഷം കായംകുളത്തിന്റെ ജനപ്രതിനിധിയായിരുന്ന പ്രതിഭ അപ്പോൾ അത് ജനങ്ങളെ വൃത്തികേട് പറയുന്നതിന് തുല്യമല്ലേ? ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? കഴിഞ്ഞ 10 വർഷം ആണാണ്. അപ്പോൾ കഴിഞ്ഞ 10 വർഷമായി ആ മണ്ഡലത്തിലുള്ള എല്ലാവരെയും പ്രതിഭ കൂടെ നിർത്തിയതും 2 തെരഞ്ഞെടുപ്പിൽ വിജയിച്ചതും പണം നൽകിയാണെന്നും അവരൊക്കെ ഇപ്പോൾ പണം വാങ്ങിച്ചുകൊണ്ട് മറുകണ്ഠം ചാടിയെന്നും ജനങ്ങളെ അപമാനിക്കുന്നതിന്, ജനാധിപത്യത്തിൽ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണ് പ്രതിഭ ഈ പറയുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയും ഞാൻ ഈ പ്രതിഭ മാധ്യമപ്രവർത്തകരെ പറഞ്ഞപ്പോഴും ഞാൻ ഒരു ലൈവ് അന്ന് ചെയ്തിരുന്നു. എൻ്റെ
കൃത്യമായി തന്നെ മാധ്യമപ്രവർത്തകർ ആരും ഒന്നും മിണ്ടിയില്ല. കാരണം എന്താ വെച്ചാൽ പത്രപ്രവർത്തക യൂണിയൻ എപ്പോഴും ഇടതിന് അനുകൂലമായതുകൊണ്ട് അന്ന് മിണ്ടിയില്ല. പക്ഷേ ഞാൻ അന്ന് സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ പോലും ഞാൻ എൻ്റെ സ്വന്തം നിലയ്ക്ക് ഞാൻ എൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. അന്ന് എനിക്ക് തോന്നുന്നു ജയ്ഹിന്ദ് നടത്തിയ ഒരു ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞിരുന്നു. അത് വളരെ മോശപ്പെട്ട കാര്യമാണ്, ഇങ്ങനെ മാധ്യമപ്രവർത്തകരെ അധിക്ഷേപിക്കുന്നതും അതുപോലെ തന്നെ ജനങ്ങളോട് വേശ്യാവൃത്തിക്ക് പോകാൻ പറയുന്നു. മാധ്യമപ്രവർത്തകരെന്ന് കരുതണ്ട, ആരെയാണെങ്കിലും വേശ്യാവൃത്തിക്ക് പോകാൻ പറയുന്നു. അത് തന്നെയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണം വാങ്ങിയാണ് അവിടെയുള്ളവർ വോട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ആ ജനാധിപത്യത്തെ കണക്കിലെടുക്കാതെ, അല്ലെങ്കിൽ ജനങ്ങളെ അത്രയും കാലം പ്രതിഭയ്ക്ക് പോലും വോട്ട് ചെയ്തിരുന്ന ജനങ്ങളെ കൂടി അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതാണോ CPM-ന്റെ രണ്ടാം ടൈമിൽ ഭരിക്കുമ്പോൾ അവർ ഈ വേശ്യാവൃത്തി നടത്തി ജീവിക്കാനാണ് ആഹ്വാനം ചെയ്യേണ്ടത്. അത് വലിയ ചർച്ചയായിരുന്നു. സത്യത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കേണ്ടതാണ്. പക്ഷെ മാധ്യമപ്രവർത്തകരെ അന്ന് ഇടതുപക്ഷവും മാധ്യമപ്രവർത്തകരെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരുന്നൊരു സമയമായതുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. പക്ഷേ ജനങ്ങളുടെ ഇടയിൽ, അല്ലെങ്കിൽ അവരുടെ കേഡറുകളുടെ ഇടയിൽ ഇവർക്കെതിരെ നിരവധി തവണ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നുമൊക്കെ എങ്ങനെയൊക്കെയോ ആരൊക്കെയോ അവരെ പിടിച്ചു നിർത്തി, അല്ലെങ്കിൽ ആരൊക്കെ, ഇപ്പം നമുക്കറിയാമല്ലോ CPM-ന്റെ ഒരു രീതി അനുസരിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്തെല്ലാം കുഴപ്പങ്ങളാണ് ആര്യ രാജേന്ദ്രൻ ഉണ്ടാക്കിയത്. പക്ഷെ ആര്യ രാജേന്ദ്രനെ ഒരിക്കലും പുറത്താക്കിയ ഒരു മാറ്റത്തെക്കുറിച്ച് അവർ ആഗ്രഹിക്കുന്നില്ല. അവരെടുത്ത ഒരു തീരുമാനം മാറ്റി എന്നവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടോ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ പിടിവാശി കൊണ്ടോ. പിണറായി വിജയൻ അങ്ങനെയാണല്ലോ, ഒരു കാര്യത്തിൽ ആരെങ്കിലും പറഞ്ഞ് എന്തെങ്കിലും ഒരു തീരുമാനം എടുത്താൽ അത് മോശമായി പോകുമെന്നുള്ള തീരുമാനം കൊണ്ട്. പക്ഷെ അതിന് കൊടുക്കേണ്ടി വന്ന വില വലിയ വിലയാണ്. ഇപ്പോൾ ആര്യ രാജേന്ദ്രനാണ് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് BJPക്ക് ഒരു മേയറെ സമ്മാനിച്ചതെന്ന് പോലും പറയേണ്ടി വരും. അത്രയധികം അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ ഉണ്ടായിട്ടും അവരെ പുറത്താക്കിയില്ല. അഹങ്കാരം, ധാർഷ്ട്യം, അതൊക്കെ തന്നെയാണ് പ്രതിഭയ്ക്കും ഉണ്ടായിരുന്നത്. ഇവിടെ പ്രതിഭ പറയുന്നുണ്ടല്ലോ, ലിജു കരഞ്ഞു എന്ന് പറഞ്ഞു. ലിജു സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ലിജുവിൻ്റെ ശബ്ദം ഇടർന്നത് ഞാനും കണ്ടതാണ് ആ വീഡിയോ. സത്യത്തിൽ ലിജുവിനെ എനിക്ക് വ്യക്തിപരമായി ലിജുവിനെ അറിയുന്ന ഒരാളാണ്. കാരണം എൻ്റെ കൂടെ PG കുറച്ചു കാലം ഞങ്ങൾ ഒരുമിച്ച്, PG പൂർത്തിയാക്കിയില്ല ലിജു, കാരണം ആ സമയത്ത് ലിജുവിന് LLBക്ക് കിട്ടി. അങ്ങനെ ലിജു പോവുകയും ചെയ്തു. കുറച്ചു കാലം എൻ്റെ ക്ലാസ്മേറ്റായി, ഞങ്ങൾ ഒരുമിച്ച്. അന്ന് ലിജു KSUവിൻ്റെ പ്രവർത്തകനായിരുന്നു. KSUവിൻ്റെ അവിടുത്തെ ഏറ്റവും മികച്ച പ്രവർത്തകരിൽ ഒരാളായിരുന്നു. എനിക്കൊന്നും TKM കോളേജിലാണ് BSc പഠിച്ചത്. ആ സമയത്ത് എനിക്കൊന്നും അവിടെ കൗൺസിലറായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷമാണ് ഞങ്ങളുടെ കോളേജിലേക്ക് വരുന്നത്. കൗൺസിലിൻ്റെ ചെയർമാനോ ആയിരുന്നു എന്ന് തോന്നുന്നു KSUവിൻ്റെ. അപ്പോൾ വളരെ ചെറുപ്പം മുതലേ KSUവിൻ്റെ കൊടി പിടിച്ച് നടന്ന ഒരാൾ തന്നെയാണ് ലിജു. ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ ലിജു തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു എന്നുള്ളതുകൊണ്ട് ലിജുവിലെ മനുഷ്യനെയോ ലിജുവിലെ പാർട്ടി പ്രവർത്തകനെയോ അല്ലെങ്കിൽ ലിജു ഒരു മോശക്കാരനാണെന്ന് അർത്ഥം അതിനില്ല. ഇപ്പോൾ കരഞ്ഞതുകൊണ്ട് മാത്രമാണ് വിജയിച്ചു പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ മോശക്കാരിയാക്കി ചിത്രീകരിച്ചു, തന്നെ ഒരു ലൈവ് നൽകി എന്നൊക്കെ അന്ന് ലിജു ആലോചിച്ച് നോക്കണം. ഒരു ലിജുവിൻ്റെ തന്നെ പാർട്ടിയിലുള്ള ഒരു പ്രവർത്തകൻ പറയപ്പെടുന്ന പ്രതിഭയ്ക്കെതിരെ ഒരു പരാമർശം ഉണ്ടായപ്പോൾ പരസ്യമായി മാപ്പ് ചോദിച്ച ഒരാളാണ് ലിജു. അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു. പക്ഷെ അതെടുത്ത് വെച്ചുകൊണ്ട് ലിജു കരഞ്ഞതുകൊണ്ട് വോട്ട് പോകുമോ, അല്ലെങ്കിൽ ലിജുവിന് അനുകൂലമാകുമോ എന്ന് പേടിച്ച് ഉടൻ തന്നെ കരയാൻ തയ്യാറായ ഒരാളാണ് പ്രതിഭ. പക്ഷേ പ്രതിഭയുടെ കരച്ചിൽ വേണ്ടത്ര മാധ്യമങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞു. മാധ്യമങ്ങളെ പറയുമ്പോൾ ആരും കരഞ്ഞില്ല. അന്ന് വളരെ ആവേശത്തോടെ ശൗര്യത്തോടെ നിൽക്കുന്ന പ്രതിഭയെ നമ്മൾ കണ്ടതാണ്. പക്ഷെ മാധ്യമങ്ങൾ എന്നെ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, നാട്ടുകാരെന്നെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വലിയ അംഗമൊക്കെ ഉണ്ടാക്കി നോക്കി ജയിക്കാൻ. പക്ഷേ ഇത്തവണ കേരളത്തിലെ ജനങ്ങൾക്ക് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു ലിജുവിനെ മനസ്സിലായി എന്ന് തോന്നുന്നു. കാരണം ജില്ലാ പ്രസിഡന്റായൊക്കെ ലിജു DCC പ്രസിഡന്റായൊക്കെ കുറച്ചു കാലം അവിടെ പ്രവർത്തിച്ചിരുന്നു. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ ലിജുവിന് പെട്ടെന്ന് ഈ ഗിമ്മിക്ക് കാണിക്കാൻ പറ്റാത്ത ഒരാളാണ്. എനിക്കറിയുന്ന ലിജു, എനിക്ക് വ്യക്തിപരമായി അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാധാരണ ആൾക്കാരെ പോലെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച്, ലിജുവിന് സ്നേഹമുണ്ട്, ലിജു മാന്യനാണ്, വളരെ ജെന്യുവിനാണ്. പക്ഷേ അത് രാഷ്ട്രീയത്തിൽ ഈ ജെന്യുവിനിറ്റി എന്നതിലുപരി കുറച്ചൊക്കെ ഒരു അഭിനയമുള്ളവർക്കാണ് പലപ്പോഴും ഈ അഭിനയിക്കുന്നവരെയാണ് ചിലപ്പോൾ ആൾക്കാർ എപ്പോഴും കയ്യിലുണ്ടാകുന്നവരെയാണ് ജനങ്ങൾ ഒരുപക്ഷെ അംഗീകരിക്കുന്നത്. അല്ലാതെ വന്നിട്ടുള്ളത് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയേ ഉള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ലിജുവിന് പെട്ടെന്ന് ഓടി വന്ന ഒരാളെ അങ്ങ് കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ അവരുടെ ഇടയ്ക്ക് വന്ന സ്നേഹം, ലിജുവിന് ഭയങ്കരമായ സ്നേഹവും ഭയങ്കരമായ ഒരു മാന്യതയും ഒക്കെ പുലർത്തുന്ന ഒരാളാണ് ലിജു. പക്ഷെ ഓടി വന്ന ഒരാളെ ഇപ്പോൾ സാധാരണ കോൺഗ്രസ്സുകാരെ പോലെ ഓടി വന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹം പ്രകടിപ്പിച്ച് ഞാൻ നിങ്ങളോട് ഭയങ്കര അടുപ്പമാണെന്ന് കാണിക്കാനുള്ള ഒരു സ്വഭാവം ഇല്ലാത്ത ഒരാളാണ് ലിജു. ഒരു പക്ഷേ 100% ജെനുവിനായി. ഇപ്പം ഞാൻ പറയുമേ, ഞാൻ എല്ലാവരോടും വർത്താനം പറയുന്ന ഒരാളാണ്. പക്ഷേ എനിക്കൊരാളെ ഇഷ്ടമല്ലെങ്കിൽ ഞാൻ മിണ്ടില്ല. അപ്പോൾ അതെൻ്റെ ജെനുവിനിറ്റിയാണ്. പക്ഷേ ആ ആളെ ഇങ്ങനെ നിങ്ങളോട് എനിക്ക് സ്നേഹമാണ് എന്ന് കാണിച്ച് അവരെക്കുറിച്ച് പുറത്തുപോയി മറ്റൊന്നും പറയില്ല. എനിക്ക് സ്നേഹം അല്ലെങ്കിൽ ആ വ്യക്തിക്ക് 5 മിനിറ്റിനകം മനസ്സിലാവും ഇവർക്ക് എന്നെ ഇഷ്ടപ്പെടുന്നില്ല എന്ന്. അതൊരു ഞാൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ജെന്യൂനിറ്റിയാണത്. പക്ഷെ അത് മറ്റൊരാൾക്ക് അത് ഇഷ്ടപ്പെട്ട് കൊള്ളണമെന്നില്ല. അവരതിനെ അഹങ്കാരമായി ചിത്രീകരിക്കും, മോശക്കാരാക്കി മാറ്റും നമ്മളെ, അല്ലെങ്കിൽ നമുക്ക് കുശുമ്പാണെന്ന് പറയും, അല്ലെങ്കിൽ പല രീതിയിൽ പറയും. പക്ഷെ ലിജുവിനെ എനിക്ക് മനസ്സിലായിടത്തോളം 100% ജെന്യൂനായ ഒരു പേഴ്സണാലിറ്റിയാണ്. ലിജു ജയിക്കേണ്ട കഴിവുള്ള ഒരാളാണ്, നല്ല വായനയുള്ള ഒരാളാണ്, നന്നായി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു, നന്നായി മനുഷ്യരോട് ഇടപഴകുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. ഈ സ്ത്രീ വിഷയങ്ങളോ അങ്ങനത്തെ ഒരു തരത്തിലും
ഒരു മോശപ്പെട്ട സ്വഭാവമുള്ള ഒരാളല്ല. ഒരു അച്ഛൻ പോലീസുകാരനായിരുന്നു ലിജുവിൻ്റെ, രമേശ് ചെന്നിത്തലയുടെ ഗൺമാനായിരുന്നു. ആ സമയത്ത് തന്നെ നമുക്കറിയാം മോഹൻലാലെന്നോ മറ്റുമായിരുന്നു പേര്. ആ ഗൺമാൻ്റെ മകനായിരുന്നു. പക്ഷെ അന്നും വളരെ ലാളിത്യമുള്ള ജീവിതം, പഠിക്കുന്ന കാലത്തും ആ ലാളിത്യമുള്ള ജീവിതം തന്നെയാണ് ലിജു ഇന്നും പുലർത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ലിജുവിനെ കഴിഞ്ഞ ഏതാണ്ടൊരു 2000-ന് ശേഷം എനിക്ക് ലിജുവിനെ അറിയാം. 26 വർഷങ്ങളായി എനിക്ക് ലിജുവിനെ അറിയാം. അപ്പോൾ ഞാനും ലിജുവും 2 വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിലുള്ള ആൾക്കാരാണ്. പക്ഷേ അന്നും ഇന്നും ആ സൗഹൃദം ലിജു എന്നും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം, എൻ്റെ അച്ഛന് വയ്യാതെ വരിക, എൻ്റെ അമ്മയ്ക്ക് വയ്യാതെ വന്ന സമയത്തും അച്ഛന് വയ്യാതെ വന്ന സമയത്തുമൊക്കെ വല്ലപ്പോഴും മാത്രമാണെങ്കിലും ഒരു ഫോൺ കോളിനപ്പുറത്തേക്ക് സ്നേഹം പങ്കിട്ടിരുന്ന ഒരാളാണ് ലിജു. അപ്പോൾ ലിജുവിൻ്റെ എൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ വിളിക്കുകയും ഒന്ന് വിളിച്ച് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് ലിജു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ലിജുവിനെ അറിയാം. ലിജു ഒരു ജെനുവിൻ പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ ലിജു ജനങ്ങളുടെ വിഷയങ്ങൾ മനസ്സിലാക്കുകയും അതിനോട് വളരെ അനുഭാവപൂർവ്വം ആയിട്ടും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം എൻ്റെ കൂടെ ഇനി 26 വർഷമായി ഞാൻ അറിയുന്ന ആളാണ് ലിജു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കറിയാം അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഒരു മോശക്കാരനായ ഒരു ജനപ്രതിനിധി ആവില്ല എന്ന് ഉറപ്പ് നമുക്കുണ്ട്. ഇത് അഹങ്കാരവും ധാർഷ്ട്യവും മാധ്യമങ്ങളുടെ ലാളനയും ഏറ്റു വളർന്ന ഒരാൾ. ഞാൻ ചോദിക്കട്ടെ, ഈ ഇപ്പോൾ ഉമ്മൻചാണ്ടി ആരൊക്കെ കരഞ്ഞാലും ചിരിച്ചാലും അവിടെ ഉമ്മൻചാണ്ടിയെ പോലെ ഒരാളുടെ മണ്ഡലത്തിൽ പോയി കരഞ്ഞാലോ ബഹളം വെച്ചാലോ നെഞ്ചത്തടിച്ച് നിലവിളിച്ചാലോ അലറി വിളിച്ചാലോ വേറൊരാൾ കൂട്ടിയില്ല. അപ്പം പ്രതിഭ മനസ്സിലാക്കേണ്ടത് കരഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ മോശക്കാരിയാണെന്ന് മറ്റൊരാൾ പറഞ്ഞതുകൊണ്ടോ അല്ല നിങ്ങൾക്ക് വോട്ട് കിട്ടാതെ നിങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ്. വെറുതെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് തള്ളുകയും പിന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഈ പിന്നെ ഏതെങ്കിലും നല്ല വസ്ത്രധാരണമൊക്കെ നടത്തി നല്ല ഫോട്ടോഷൂട്ട് നടത്തിയതുകൊണ്ടും വോട്ടാവില്ല. പ്രവർത്തകരോടൊപ്പം നിങ്ങൾക്ക് 2 അവസരം അവിടെ MLA ആകാൻ കിട്ടി, 2 ടേം അവസരം കിട്ടിയ ഒരാളാണ് പ്രതിഭ. അപ്പോൾ പ്രതിഭ ചെയ്യേണ്ടിയിരുന്ന കാര്യം എന്ന് പറയുന്നത് പ്രതിഭ അവിടുത്തെ ജനങ്ങളുമായി ബന്ധമുണ്ടാക്കുകയും അവിടെ പ്രവർത്തിക്കുകയും ചെയ്യണം. പ്രതിഭ പറയുന്നുണ്ടല്ലോ, പ്രതിഭ വലിയ പ്രവർത്തകയായിരുന്നു, അവിടെ ചെയ്ത വികസന പ്രവർത്തനങ്ങളായിരുന്നു എന്നൊക്കെയാണ്. പ്രതിഭയുടെ പാർട്ടി പറഞ്ഞത് എന്താ? തകഴിയാണ് യഥാർത്ഥത്തിൽ പ്രതിഭയുടെ സ്ഥലം. തകഴിയിലെ പോയി ലോക്കൽ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കാനാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തകഴിയിൽ പ്രവർത്തിച്ചാൽ മതി, പ്രതിഭയുടെ അംഗത്വം കായംകുളത്ത് നിലനിർത്തണ്ട എന്നാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് പ്രതിഭയ്ക്ക് ഉണ്ടായത്, എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടിക്ക് മനസ്സിലായി എന്നുള്ളതാണ്. ഇപ്പോഴും അതെ വളരെ മോശപ്പെട്ട കാര്യമാണ്. പ്രതിഭ ഇപ്പോൾ മന്ത്രിയായതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന പ്രതിഭ ഇപ്പോൾ ലിജു മന്ത്രിയായപ്പോൾ വന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്യുന്നതും സങ്കടം പ്രകടിപ്പിക്കുന്നതും തനിക്ക് ഇച്ഛാഭംഗമുണ്ടെന്ന് നാട്ടുകാരെ കാണിക്കാതെ പ്രതിഭ സ്വന്തമായിട്ട് ഒന്ന് മനസ്സിലാക്കുക. ഇനിയുള്ള 5 വർഷം ലിജു ആയിരിക്കും മന്ത്രി. അതുകൊണ്ട് പ്രതിഭ വളരെ ലിജു നന്നായി പ്രവർത്തിക്കേണ്ട ഒരു അവസരം മണ്ഡലം ലിജു നോക്കിക്കോളും. നേരെ തകഴിയിലേക്ക് പോവുക, അവിടെ പ്രവർത്തനം നടത്തുക. ഏതെങ്കിലും രീതിയിൽ ജയിച്ചു വരാൻ സാധ്യതയുണ്ടെങ്കിൽ ജയിച്ചു വരട്ടെ. അതിന് പകരം ലിജുവിൻ്റെ പുറകെ നടന്ന് കരയുകയും ലിജു മന്ത്രിയായത് ഇങ്ങനെയാണ്, എന്നെ പറഞ്ഞതുകൊണ്ടാണ്, നിങ്ങളെ ഒന്നും ലിജു പറഞ്ഞിട്ടില്ല. ലിജുവിൻ്റെ ഏതോ പാർട്ടിയിൽപ്പെട്ട ഏതോ ഒരു പ്രവർത്തകൻ പറഞ്ഞതിന് ലിജു നിങ്ങളോട് മാപ്പ് പറഞ്ഞ വളരെ മാന്യനായ, അത് 100% എനിക്ക് ഉറപ്പുണ്ട്, 100% ആത്മാർത്ഥതയോടുകൂടി ലിജു നിങ്ങളോട് പറഞ്ഞ മാപ്പാണത്. അപ്പോൾ അതൊക്കെ അംഗീകരിച്ചുകൊണ്ട് കരയാതെ ഇവരുടെ പുറകെ ഇച്ഛാഭംഗം പുറത്ത് കാണിക്കാതെ ഒന്ന് ഒതുങ്ങി തൽക്കാലം തകഴിയിൽ പോയി പ്രവർത്തനം നടത്തുക. ഇനിയൊരു സാധ്യതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. അതാണ് ഇപ്പോൾ പ്രതിഭ ചെയ്യേണ്ട കാര്യം.